ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോഴത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമെടുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു പക്ക മാസ് ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന സിനിമ. എല്ലാ വിനോദത്തിനുള്ള എല്ലാ ഘടകങ്ങളും ഒത്തൊരുക്കിക്കൊണ്ട് ഒരുക്കിയ ചിത്രം കൂടിയാണ് അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് ഇന്ന് തിയേറ്ററിലോട്ട് എത്തുമ്പോൾ വമ്പൻ കയ്യടികൾ തന്നെ നേടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇവൈൻ എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് ആറാണ്. ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് തുടങ്ങിയവർക്കൊപ്പം തന്നെ രാജു അലക്സ്, അശോകൻ, ധർമ്മജൻ ബോൾഗാട്ടി, നിഷാന്ത് സാഗർ, അലൻസിയർ, പായർ രാധാകൃഷ്ണൻ, അമേരിയ ഗോസ്വാമി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെടുക്കുന്ന ചിത്രമാണ് അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് തിയേറ്ററിൽ ഒരു മികച്ചൊരു കോമഡി എന്റർടൈനറായിട്ട് മാറുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ഇരുവരും ഒന്നിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ നിലനിർത്തും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ടീസറും ട്രെയിലറും പോസ്റ്ററൊക്കെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് ചിത്രം തിയേറ്ററിലോട്ട് എത്തുമ്പോൾ വമ്പ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതിനോടൊപ്പം തന്നെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.